നവകേരള സദസ്സിലെ പരാതി നൽകി ഇരിട്ടി സ്വദേശിക്ക് ലഭിച്ചത് പരിഹാസ പരിഹാരം. ഇരിട്ടി സഹകരണ ശാഖയിൽ അടയ്ക്കാനുള്ള 3,97,731 രൂപയിൽ ഇളവ് നൽകിയത് 515 രൂപ മാത്രമാണ്. ബാക്കി 3,97,216 രൂപ തിരികെ അടയ്ക്കണം. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കണ്ണൂരിൽ നവകേരള സദസ് എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു പരാതിയുമായി നമ്മുടെ പരാതി പറഞ്ഞ ആൾ ഇതുവരെയും പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന് പേര് വെളിപ്പെടുത്തുവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത നമുക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ കണ്ണൂരിലുള്ള നവകേരള സദസ് എത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു പരാതി നൽകുന്നത്. പരാതി നൽകിയതിന് ശേഷം എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഇദ്ദേഹം. അതുപോലെ തന്നെ നവകേരള സദസ്സിൽ നിന്നും അതിനുള്ള പരിഹാരവും ലഭിച്ചു. കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും ആ പരിഹാരവും ലഭിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം നൽകിയിരിക്കുന്നത് 3,97,731 രൂപയ്ക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയായിരുന്നു. അതായത് അത്രയും രൂപ അദ്ദേഹം അടയ്ക്കാനുണ്ട്. 4 ലക്ഷം രൂപയായിരുന്നു എടുത്തത്. അതിൽ 3,97,731 രൂപ വീണ്ടും അടയ്ക്കാനുണ്ടായിരുന്നു. ആ അടച്ചതിൽ തനിക്ക് എന്തെങ്കിലും ഇളവ് തരണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു അപേക്ഷ നൽകിയത്. അതിന് മറുപടിയായി ലഭിച്ചത് ഇങ്ങനെയാണ്: താങ്കളുടെ പരാതി പരിഹരിച്ചിട്ടുണ്ട്, അതിൽ 515 രൂപ കുറച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് അദ്ദേഹത്തിന് പിന്നീട് ലഭിക്കുന്നത്. രേഖാമൂലം തന്നെ ആ വിവരം നൽകിയിട്ടുണ്ട്. അത് ബാക്കി അടയ്ക്കാനുള്ള തുക 3,97,216 രൂപ അടച്ചാൽ മതിയെന്നുമുള്ള ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ പരാതി നൽകുന്നവരെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ഈ നവകേരള സദസ്സിൽ കൊടുത്ത ഈ പരാതിക്ക് ലഭിച്ചിട്ടുള്ളത്. മറ്റു പരാതികൾക്കാകട്ടെ ഇതുവരെയും മറുപടി ലഭിക്കാത്ത പരാതികളും ഏറെയാണ്. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കണ്ണൂരിൽ അടക്കമുള്ള അല്ലെങ്കിൽ കാസർഗോഡ്, കണ്ണൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പരാതികൾ ഇഷ്ടംപോലെ ലഭിച്ചെങ്കിലും അതിനൊന്നും ഒരു പരിഹാരമാകാത്ത ഒരു സ്ഥിതി നമ്മൾ കാണുകയും ചെയ്തു. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ഈ രീതിയിൽ പരിഹരിച്ചിട്ടുള്ളത്. ഇരിട്ടി സ്വദേശിക്കാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇത്രത്തോളം രൂപ അടയ്ക്കാനുണ്ട്, എന്നാൽ അതിൽ 515 രൂപ മാത്രമാണ് ഇളവ് നൽകിയിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ഇവർക്ക് രേഖാമൂലം നൽകിയിട്ടുമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നവകേരള സദസ്സ് എന്തിനു വേണ്ടി എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഇങ്ങനെ തങ്ങളെ അപമാനിക്കുന്ന രീതിയിലുള്ള മറുപടി മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ പിന്നീട് എന്തിനാണ് ഇത്തരത്തിൽ നവകേരള സദസ്സ് നടത്തിയതെന്നും ആളുകൾ ചോദിക്കുന്നുണ്ട്. അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നവകേരള സദസ്സിന്റെ വിവിധ ജില്ലകളിൽ ഇതുപോലെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. അതിനൊന്നും പരിഹാരമാകാത്ത സ്ഥിതിയിലാണ് ഇത്തരത്തിലൊരു പരിഹാരമെന്ന് തന്നെ പറയാൻ സാധിക്കുന്നത്. അധികൃതർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണത്തിന് തയ്യാറായിട്ടുണ്ടോ? അതിന് ഇതുവരെയും അധികൃതർ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല. അധികൃതരുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു മറുപടി ലഭിച്ചത്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ വിശദീകരണം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല. പക്ഷേ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഇത്തരത്തിലുള്ള ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു വായ്പ എടുത്തത് ഭവന വായ്പയാണ്. ആ ഭവന വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. 4 ലക്ഷം രൂപ ഉണ്ടായിരുന്നത് ഇത്രയും രൂപ ആയിട്ടും പിന്നീട് ഈ ഒരു അപേക്ഷ നൽകിയിട്ട് ഇവർക്ക് ആകെ കുറച്ച് നൽകിയത് 515 രൂപ മാത്രമാണ്. അങ്ങനെ ഒരു ഭവന വായ്പ എടുത്തിട്ട് അദ്ദേഹം അത്രയും കഷ്ടപ്പാടായതുകൊണ്ടായിരിക്കാം തിരിച്ചടയ്ക്കാൻ കഴിയാതിരുന്നത്. എന്നിട്ടും ഇയാളെ പരിഹസിക്കുന്ന രീതിയിലാണ് നവകേരള സദസ്സിൽ ലഭിച്ചിട്ടുള്ള പരാതിയിൽ മറുപടി നൽകിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇത്തരത്തിലുള്ള ഒരു പരാതികളൊക്കെ വന്നപ്പോൾ തന്നെയും കൃത്യമായിട്ടുള്ള വകുപ്പുകളിലേക്കടക്കം ഈ പരാതികൾ പോകാത്ത ഒരവസ്ഥയും നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് കണ്ണൂരിൽ അടക്കം വന്ന പരാതികൾ ഏകദേശം 100-ലധികം പരാതികൾ വന്നിരുന്നു. പക്ഷേ അതിൽ 60-ലധികം പരാതികളും കോർപ്പറേഷനിൽ പരിഹരിക്കാൻ കഴിയുന്ന പരാതികളായിരുന്നില്ല. അതായത് കണ്ണൂർ കോർപ്പറേഷനിൽ പരിഹരിക്കാൻ പറ്റുന്ന പരാതികളായിരുന്നില്ല. അത് പിന്നീട് ഒരു പരാതി വന്നിരുന്നത് ആരോഗ്യ വകുപ്പിലേക്കുള്ള പരാതിയായിരുന്നു. എന്നാൽ ഈ മുഖ്യമന്ത്രിയിലേക്കുള്ള ഒരു പരാതിയായിരുന്നു. മുഖ്യമന്ത്രിക്കുള്ള പരാതിക്ക് മറുപടി നൽകിയത് ആരോഗ്യ വകുപ്പുമായിരുന്നു. ഇത്തരത്തിലുള്ള പരാതികൾ ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപ രീതിയിലുള്ള മറുപടികളാണ് ഈ പരാതികൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ പരാതികൾ മറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി സോർട്ട് ഔട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ആ പരാതികൾ കൃത്യമായി വായിച്ചു നോക്കാതെയാണ്
മറ്റ് മേഖലകളിലേക്ക് അല്ലെങ്കിൽ മറ്റു വകുപ്പുകളിലേക്ക് ഈ പരാതികൾ എത്തുന്നു എന്നുള്ളത് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. നേരത്തെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞിരുന്നു, കൃത്യമായി 42 ദിവസത്തിനകം കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഈ പരാതികൾക്ക് ലഭിക്കും. പക്ഷേ നവകേരള സദസ്സ് കഴിഞ്ഞ ഇത്രയും ദിവസമായി, എന്നിട്ടും ഇതുവരെയും കൃത്യമായുള്ള ഒരു പരിഹാരം ഇതുവരെയും ഉണ്ടാക്കുവാൻ ഒരു പരാതിക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ജനുവരിയിൽ 1ഉം 2ഉം വീണ്ടും നവകേരള സദസ്സ് എറണാകുളത്ത് നടക്കുകയും ചെയ്യും. അതിനു മുമ്പെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഈ നവകേരള സദസ്സിൽ, തിരുവനന്തപുരത്ത് സംഭവിച്ച ഈ നവകേരള സദസ്സിൽ ഇത്രയും നേരം അല്ലെങ്കിൽ ഈ 14 ജില്ലകളിൽ ലഭിച്ച ഈ പരാതികളിൽ ഏതിനൊക്കെയാണ് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളതെന്നും അല്ലെങ്കിൽ എത്രത്തോളം ഈ പരാതികളിലുള്ള വസ്തുതകൾ മനസ്സിലാക്കിയെന്നും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റു വകുപ്പുകളിലെ മന്ത്രിമാരും പറയേണ്ടതുണ്ട്. ഇത്തരത്തിൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന പരാതിയിൽ 515 രൂപ എന്ന് പറയുന്നത്, അതായത് കുറച്ചു നൽകിയ 515 രൂപ അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ പരാതിക്കാരനും പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഈ വണ്ടിക്കൂലി, യാത്രാ ചെലവ്, അതുപോലെ തന്നെ ചായ അടക്കം ഏകദേശം 700 രൂപയിൽ അടക്കം അത് ചാർജ് ആയിട്ടുണ്ടാകാം അദ്ദേഹം. മാത്രമല്ല ഈ പരാതി നൽകുന്നതിനുള്ള ഒരു പൈസ കൂടി ഉണ്ട്. അതുകൂടി ആകുമ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായും വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഈ കുറഞ്ഞ തുക മാത്രമായി അദ്ദേഹത്തിന് കുറച്ചു കൊടുത്തത് വലിയ ഒരു പരിഹാസ രൂപേണ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അർജുൻ, ഈ നവകേരള സദസ്സ് വീണ്ടും വീണ്ടും അപഹാസ്യം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുമല്ലോ. കാരണം ഈ അധികൃതർ ഇറക്കിയിരിക്കുന്ന ആ ഉത്തരവിൽ താങ്കളുടെ വായ്പാ പരാതി പരിശോധിച്ച സൂചന പ്രകാരം താങ്കൾക്ക് പരമാവധി ഇളവുകൾ നൽകാൻ ബാങ്ക് എന്നുള്ള രീതിയിലാണ് ആ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പം ഈ നവകേരള സദസ്സ് വീണ്ടും വീണ്ടും അപഹാസപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുമല്ലോ. തീർച്ചയായും നവകേരള സദസ്സ് കൊണ്ട് ആർക്കാണ് ഗുണമുണ്ടായതെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതായത് കൃത്യമായി തന്നെ സർക്കാർ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ പ്രൊമോഷൻ, അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പ്രൊമോഷൻ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് തുടങ്ങിയത് കാസർഗോഡ് നിന്നാണ്. കാസർഗോഡ് നിന്ന് തുടങ്ങിയപ്പോൾ തന്നെ തലപ്പാ വണിഞ്ഞുകൊണ്ടാണ് രാജാവിനെ പോലെ മുഖ്യമന്ത്രി പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് രാജാവും മന്ത്രിമാരും അടങ്ങുന്ന ഒരു സദസ്സു പോലെയായിരുന്നു ഈ നവകേരള സദസ്സിന്റെ തുടക്കം തന്നെ. അതിനുശേഷം നമ്മൾ വിവിധ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഈ നവകേരള സദസ്സിനെതിരെ ജനങ്ങൾ തന്നെ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. ആദ്യം തന്നെ ഇവർ കുട്ടികളെ ആവശ്യപ്പെട്ടു, ഈ പരിപാടിക്ക് വേണ്ടി കുട്ടികളുടെ സ്കൂൾ ബസ് ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ മലപ്പുറത്ത് എത്തിയപ്പോൾ കുട്ടികളെ തന്നെ വേണമെന്ന ആവശ്യമുണ്ടായി. പിന്നീട് അധ്യാപകരെയും അതുപോലെ തന്നെ സാധാരണ തൊഴിലുറപ്പ് തൊഴിലാളികളെ അടക്കം വേണമെന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ അടക്കം വേണമെന്നുള്ള ഒരു ആവശ്യവും ഉന്നയിച്ചുകൊണ്ടായിരുന്നു പിന്നീട് നവകേരള സദസ്സിൽ മന്ത്രിമാരടക്കം മുന്നോട്ട് വന്നിരുന്നത്. എന്നാൽ ഹൈക്കോടതി അടക്കമുള്ള വിഭാഗങ്ങൾ ഇതിനെ എതിർക്കുകയും മുന്നോട്ട് വരികയും ചെയ്തു. ഇത്തരത്തിൽ കുട്ടികളെയോ അല്ലെങ്കിൽ സ്കൂൾ ബസ്സുകളെയോ മറ്റുള്ളവരെയോ ഇതിന്റെ ഭാഗമാക്കുവാൻ കഴിയില്ല. അതിനുള്ള ഒരു നിയമവും നമുക്ക് അനുശാസിക്കുന്നില്ല. അത് കൃത്യമായി തന്നെ അത് കൃത്യമായി തന്നെ ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് ഹൈക്കോടതി അടക്കം നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് മറ്റു സ്ഥലങ്ങളിലെത്തി സ്കൂളുകളുടെ മതിലുകൾ അടക്കം പൊടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നവകേരള സദസ്സ് നടത്തിയിരിക്കുന്നത്. എന്തിനാ തന്നെയും ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇത്തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന അപേക്ഷകൾ വാങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ജനങ്ങളിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായി മന്ത്രിമാർ നേരിട്ടല്ല ഈ പരാതികൾ വാങ്ങിയിരുന്നത്. ഉദ്യോഗസ്ഥരായിരുന്നു, അല്ലെങ്കിൽ ഒരു പരാതി സെല്ലുണ്ട്. പരാതി പരിഹാര സെല്ലാണ് ഇത്തരത്തിൽ പരാതികൾ വാങ്ങിയിരുന്നത്. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞത് തങ്ങൾ കൃത്യമായി തന്നെ ആ പരാതികൾ സോർട്ട് ഔട്ട് ചെയ്യും, കൃത്യമായി തന്നെ ഏത് വകുപ്പിനാണോ വേണ്ടത് മന്ത്രിമാരടക്കം കൂടിയിരുന്നായിരിക്കും ആ ഒരു കാര്യത്തിന് ആലോചന ഉണ്ടാകുമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷെ അതൊന്നും പിന്നീട് കണ്ടില്ല. പിന്നീട് ഈ കിട്ടുന്ന പരാതികൾ വകുപ്പ് മാറി അടക്കം ഈ പരാതികൾ നൽകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടും പരാതി പരിഹാരം ഒരു പരിഹാസ്യം എന്നോണം ഒരു പരാതി ഇപ്പോൾ പരിഹരിച്ച് നൽകിയിരിക്കുന്നത് നമ്മൾ കണ്ടത്. അതായത് കൃത്യമായി തന്നെ അദ്ദേഹം വീടിന് വേണ്ടി ലോൺ എടുത്തതാണ്. അതായത് അദ്ദേഹത്തിന്റെ താമസിക്കുവാൻ വേണ്ടിയുള്ള ലോണാണ്. ഒരു കൂലിപ്പണിക്കാരനാണ് അദ്ദേഹത്തിനെയാണ് ഇത്തരത്തിൽ പരിഹസിച്ച് വിട്ടിരിക്കുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പാവങ്ങളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ ഇദ്ദേഹത്തിനെ ഇത്തരത്തിൽ പരിഹസിച്ച് വിട്ടതിലൂടെ പിണറായി വിജയൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കൂടി ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട്. ആതിര, ശരി, നവകേരള സദസ്സിലെ പരാതിയിന്മേലാണ് ഇത്തരത്തിലൊരു പരിഹാരം
പുറപ്പെടുവിച്ചിരിക്കുന്നത്. അർജുനാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.